തൃശൂരിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ അധ്യാപകനെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ കോടശ്ശേരി സ്വദേശി ബാബു ആന്റണിയെയാണ് സസ്പെൻഡ് ചെയ്തത്. 15 ദിവസത്തേക്കാണ് സസ്പെൻഷൻ. ഇക്കഴിഞ്ഞ ജൂൺ 6-നായിരുന്നു സംഭവം. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അതുവഴി വന്ന അധ്യാപകനെ ഗൗനിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. വിദ്യാർത്ഥിയുടെ തോളിൽ പിടിച്ചമർത്തിയതോടെ വേദനയെടുത്ത വിദ്യാർത്ഥി അധ്യാപകന്റെ കൈ തട്ടിമാറ്റി. ഇതോടെ സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാതിലും ജനലുകളും അടച്ച് 2 ചൂരലുകൾ ഉപയോഗിച്ച് ദേഹമാസകലം അടിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. മർദ്ദനമേറ്റ എടത്തിരിഞ്ഞി സ്വദേശിയായ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വിദ്യാർത്ഥിയുടെ പരാതിയിൽ ബാലനീതി നിയമപ്രകാരം ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരുന്നു. ഇതിനിടെ അധ്യാപകന്റെ വിശദീകരണമടക്കമുള്ള റിപ്പോർട്ടും വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി. വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണ് സസ്പെൻഷൻ നടപടിയെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. മാഷ് മൈൻഡ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ മാഷ് കുട്ടിയെ പിടിച്ച് കൊണ്ടുപോയി ദേഹോപദ്രവം ചെയ്യുക എന്നുള്ളത്. ആക്ച്വലി റൂമിൽ വെച്ചിട്ട് അവനോട് ചോദിച്ചു, എന്നെ കണ്ടില്ലെന്ന് വെച്ചപ്പോൾ സാറെ നെഗ്ലക്ട് ചെയ്തെന്നുള്ള രീതിയിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഷോൾഡറിൽ പിടിച്ച് ഇവിടെ അമർത്തുകയും അതവൻ തട്ടി മാറ്റിയപ്പോൾ ആ ഒരു ഇതിൽ ബാക്കിയുള്ള ഷെയിമായി എന്നുള്ള ഇതിൽ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവന് മൃഗീയമായിട്ട് 2 വടി വെച്ച് ശരീരത്തിന് മൊത്തം അടിക്കുകയും ചെയ്തു. അതുപോലെ അതിന് കഴുത്തിൽ കുത്തിപ്പിടിക്കുക, പിന്നെ മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക. അവൻ്റെ വീട് എവിടെയാണ്, നിനക്ക് ഞാനാണ് ആരാണെന്ന് അറിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഗുണ്ട പോലെയാണ് നമ്മൾ ആക്ച്വലി അവർ ഫിസിക്കൽ ട്രെയിനർ പെരുമാറിയത് എൻ്റെ പെങ്ങളെ മോനോട്. ആക്ച്വലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും അധ്യാപകനെതിരെ നടപടിയെടുക്കാത്ത സ്കൂൾ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്നലെ SFI പ്രവർത്തകർ പ്രിൻസിപ്പാളിനെ തടഞ്ഞുവെച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.